ഹാഡിയേഴ്സ്, ഇന്ന് രാത്രിയിൽ ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യുകയാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ എൻ്റെ അകത്ത് ഒത്തിരി പ്രേരണ വന്നിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു നന്മയെ നിങ്ങളോട് അറിയിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യേശുവിന് വേണ്ടി പാടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ടൈം ലൈനിൽ ഫേസ്ബുക്കിൽ എൻ്റെ യേശുവിന് വേണ്ടി എത്ര പാടിയാലും എൻ്റെ കൊതി തീരില്ല. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു സത്യമുണ്ട്. ഇതിൻ്റെ പുറകിൽ എൻ്റെ യേശു എനിക്ക് തന്ന മധുരമായ ഒരനുഭവമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാനൊരല്പസമയം എടുക്കട്ടെ. എന്നെക്കുറിച്ച് 2 വാക്ക് പറയാം. എൻ്റെ പേര് ജീസൻ എന്നാണ്. എൻ്റെ ദേശം എറണാകുളം, തൃപ്പൂണിത്തുറ, തിരുവാങ്കുളം, പ്രോപ്പർ തിരുവാങ്കുളമാണ്. ഞാൻ ചെറുപ്പം മുതൽ വിക്കനാണ്. എൻ്റെ പേര് പറയുവാൻ പലവട്ടം വിക്കാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഏറെ അലട്ടിയ ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു അത്. മറ്റുള്ളവരുടെ നടുവിൽ സംസാരിക്കുവാൻ ഞാൻ ഏറെ ഭാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്ന് യേശുവിനെ ആഴത്തിൽ അറിഞ്ഞിട്ടില്ല. ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വ്യക്തിപരമായി യേശുവുമായിട്ടൊരു ബന്ധം ഇല്ല, ചെറുപ്പത്തിലില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്ത ഒരു വലിയ നന്മയെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. മദർ ഹോസ്പിറ്റൽ ഞാൻ നഴ്സിംഗിന് അഡ്മിഷൻ ചേർന്നു. അവിടെ എനിക്ക് മറക്കുവാനാകാത്തൊരു ദിവസം എൻ്റെ ദൈവം എനിക്ക് സമ്മാനിച്ചു. അവിടെ ഒരു ഫ്രഷസ് ഡേ ഉണ്ടായിരുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ ഡേ. അത് റാഗിംഗ് ഡേ ആയിരുന്നു. ആ ഡേയിൽ ഓരോ കുട്ടികളും മുൻപിൽ വന്ന് നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞങ്ങളുടെ ബാച്ചിൽ 49 കുട്ടികളുണ്ട്. ഞാൻ അന്ന് യേശുവിനെ വ്യക്തിപരമായി എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. പള്ളിയുമായി ബന്ധമുണ്ട്, നാമധേയ ക്രിസ്ത്യാനിയ. എങ്കിലും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആഴമേറിയ വ്യക്തിപരമായൊരു ബന്ധം അന്ന് എനിക്കില്ല. എൻ്റെ നമ്പർ വന്ന് നിൽക്കുന്ന സ്ഥാനം 20ആണ്. ഓരോരുത്തരും മുൻപിൽ വന്ന് അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, എൻ്റെ നമ്പർ വന്നു 20ാമത്തെ നമ്പറാണ്. എൻ്റെ മുൻപിൽ 200-ലധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ടീച്ചർമാർ, മാനേജ്മെന്റ്, എല്ലാ കുട്ടികളും നിരന്നിരിക്കുന്നു. 2005 എൻ്റെ യേശു എനിക്ക് തന്ന ഒരു വലിയ നന്മയാണത്. എൻ്റെ പേര് പറയാൻ ഞാൻ മൈക്കെടുത്ത് പിടിച്ച് എൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം എൻ്റെ ബലഹീനത കൊണ്ട് എൻ്റെ വായിൽ നിന്ന് അത് വന്നില്ല. ഞാൻ അങ്ങനെ പറയാതിരുന്നപ്പോൾ റാഗിംഗ് ഡേ ആണല്ലോ. പുറകിൽ നിന്ന് സീനിയർ ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ് വിളിച്ചു പറഞ്ഞു അവൻ്റെ പേര് ജീസൻ എന്നാണ്. എൻ്റെ പേര് പറയാൻ മുമ്പിൽ വന്ന് നിന്നിട്ട് എൻ്റെ പേര് പറയാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് ഒത്തിരി വിഷമായി. ആ മൈക്ക് ഞാൻ അവിടെ തിരിച്ചു കൊടുത്ത് 2 ഗ്രൂപ്പായിട്ട് ആൾക്കാരിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലൂടെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ചെവിയിൽ എനിക്ക് കേൾക്കാം 2 ഭാഗത്തിരുന്ന് എല്ലാവരും ചിരിക്കുക. റാഗിംഗ് ഡേ ആണ്. നല്ലതാണ്. നിങ്ങൾക്കറിയാമോ, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വിഷമമുണ്ട്. അവനെ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ നടന്ന് എൻ്റെ കസേരയിൽ പോയിരുന്ന ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് കൂട്ടുകാരുണ്ട്. 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇൻട്രൊഡക്ഷൻ ഡേ വന്നേ. എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനോട് എൻ്റെ വിഷമം എനിക്ക് പറയാൻ പറ്റില്ല. ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
എൻ്റെ വിഷമം എനിക്ക് പറയാൻ പറ്റിയില്ല. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. പേര് പറയാൻ പറ്റിയില്ലല്ലോ. ഞാൻ ആ കസേരയിലിരുന്ന് എൻ്റെ വിഷമം താങ്ങാനാവാതെ ഞാനിരുന്ന് കരഞ്ഞു. ആരും കണ്ടില്ല, ഞാനിരുന്ന് കരഞ്ഞു. നിങ്ങൾക്കറിയാമോ, അത് കഴിഞ്ഞ് വീണ്ടും 49ാമത്തെ സ്ഥാനക്കാരനായി വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ മൈക്കെടുത്ത് കടിച്ചു പിടിച്ച് എൻ്റെ പേര് പറഞ്ഞു. വീണ്ടും തല കുനിച്ച് ഞാൻ നടന്ന് പോകുമ്പോൾ അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അടുത്ത പ്രോഗ്രാം എന്താണെന്ന് അറിയാമോ? ഒരു സോളോ സോങ് ആണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് അടുത്തത് സോളോ സോങ് പാടാൻ പോകുന്നത് ജീസൻ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടച്ചിരിയായി. എല്ലാവരും വീണ്ടും ചിരിക്കാൻ തുടങ്ങി. പേര് പറയാൻ കഴിയാത്തവന് പാട്ട് പാടാൻ പറ്റുമോ? എനിക്ക് മറക്കാനാവാത്ത ഒരു വലിയ നന്മയാണ് എൻ്റെ യേശു അന്ന് തന്നത്. ഞാൻ മുൻപിൽ വന്നു നിന്ന് ഞാൻ കണ്ണടച്ച് എൻ്റെ യേശുവിനോട് പ്രാർത്ഥിച്ചതായിരുന്നു അതൊരു പാട്ടാണ്. പക്ഷെ എൻ്റെ ഹൃദയം നുറുങ്ങി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടിയ പാട്ടാണത്. ശാന്ത തുറമുഖം അടുത്തു എന്നൊരു പാട്ടാണ്. ഈ വീഡിയോ കേൾക്കുന്ന മദർ ഹോസ്പിറ്റലിലെ ഓരോരുത്തർക്കും, എന്നെ അറിയുന്ന ഓരോരുത്തർക്കും ആ പാട്ടറിയാം. കാരണം ആ പാട്ട് എന്നെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. വ്യക്തിപരമായി ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. നിങ്ങൾക്കറിയാമോ, ആ പാട്ട് പാടി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുൻപിലിരുന്ന് ചിരിക്കുന്നവരെയല്ല ഞാൻ കണ്ടത്, എൻ്റെ മുൻപിലിരുന്ന് കരയുന്നവരെ ഞാൻ കണ്ടു. എൻ്റെ പ്രിൻസിപ്പാളുണ്ട്, മുമ്പിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ണ് നനയുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ സമയത്ത് ഞാൻ എൻ്റെ യേശുവിന് നന്ദി പറഞ്ഞു. ഞാൻ തിരിച്ച് കസേരയിൽ പോയിരുന്നു. നിങ്ങൾക്കറിയാമോ, ആ പാട്ടിന് ശേഷം എനിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ പാട്ടിന് ശേഷം ഞാൻ നാണം കെട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെയും മുമ്പിൽ ഞാൻ വിക്കിയിട്ടില്ല. ഇത് റിയൽ ട്രൂത്താണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ക്ലിയറാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ചോദിക്കണം ഞാൻ സംസാരിച്ചിരുന്നത് എങ്ങനെയാണെന്ന്. ഒരു പാട്ടിന് നിന്റെ ജീവിതത്തെ മാറ്റാൻ പറ്റും. എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. ഒരു പാട്ടിന് മാറ്റാൻ പറ്റും. എൻ്റെ യേശു എനിക്ക് തന്ന ഓർമ്മ ചെറുതല്ല. ആ ദിവസത്തിലാണ് എനിക്ക് മാറ്റം വന്നത്. അതിനുശേഷം ഞാൻ വിക്കിയിട്ടില്ല, ഞാൻ നാണം കെട്ടിട്ടില്ല. ഞാൻ അതിധൈര്യത്തോടെ എൻ്റെ പേരല്ല പറഞ്ഞത്. അന്ന് മുതൽ ഞാൻ എൻ്റെ വായിൽ ഉരുവിടുന്നൊരു പേരാണ് യേശു. ഇന്ന് രാത്രിയിലും എനിക്ക് പാടാൻ ഇഷ്ടമാണ് ആ പേരിനെ. അനുഭവമുണ്ട്. വെറുതെ പ്രാന്ത് പിടിച്ച് പാടുന്നതല്ല, വെറുതെ ആവേശം കാണിക്കുന്നതല്ല. എൻ്റെ യേശു എനിക്ക് തന്ന അനുഭവം ചെറുതല്ല. ഇത് ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് എൻ്റെ യേശുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദിയേടാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, യേശുവിൻ്റെ പാട്ടിൽ മിറക്കിളുണ്ട് കേട്ടോ, മിറക്കിളുണ്ട്. മൈ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവമാണ്, എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ട് പറയുകയാണ്. പാട്ടിനെ ചെറുതായി കാണരുത്. പാട്ടിൽ മിറക്കിളുണ്ട്. ഇന്ന് രാത്രി ഈ ചെറിയൊരു അനുഭവത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.